എന്നെ ഓർത്ത് ചേട്ടന്റെ ഒരു ഇഷ്ടങ്ങളും വേണ്ടാന്ന് വെക്കരുത്. എനിക്കത് എപ്പോഴും എന്റെ ചേട്ടന്റെ അടുത്ത് പറയാനുള്ളൂ. മോളെ ഞാൻ വേണ്ട. എന്താ ചേട്ടൻ പറയാൻ പോണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. എന്നെങ്കിലും ചേട്ടനൊരു ജീവിതം ഉറപ്പാക്കിയിട്ടേ ഞാനും ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കൂ. ഹലോ അപ്പു. മാഡം കിടന്നോ? ഇല്ല, കിടക്കാറാവുന്നേ ഉള്ളൂ. ഒരു ജോലി ഒതുക്കുമായിരുന്നു. രണ്ടുപേരുള്ള ആ വീട്ടില് എന്താ അതിനു മാത്രം ജോലി? അന്നിവിടെ ഒന്ന് കണ്ടതല്ലേ, അപ്പൊ മനസ്സിലായില്ലേ എന്താ ഇവിടത്തെ ജോലിന്ന്. വക്കീൽ സാർ എവിടെ? കിടന്നോ? ചേട്ടൻ കിടന്നു തോന്നുന്നു. കുറച്ചു മുമ്പ് ഞങ്ങൾ കുറെ സംസാരിച്ചു. അതിനിടയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്തോ? അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ഇടയായിട്ട് എപ്പോ സംസാരിച്ചാലും അപ്പുവിന്റെ കാര്യം ചേട്ടൻ മറക്കാറില്ല. ഇന്നെന്തായിരുന്നു എന്നെ കുറിച്ചുള്ള പരദൂഷണം? അങ്ങനെ പരദൂഷണമൊന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ VP സാറിന്റെ കാര്യം പറഞ്ഞപ്പോ അപ്പുവിന്റെ കാര്യം കൂടി മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പു എന്താ വിളിച്ചത്? വെറുതെ. എന്താ, വിളിക്കാൻ പാടില്ലായിരുന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. എനിക്ക് ശരിക്കും തന്നെ മിസ് ചെയ്യുന്നുണ്ട്. അത് എനിക്കും തോന്നുന്നുണ്ട്. അത് വെറുതെ. എങ്കിൽ ശരി, വെറുതെ തന്നെ വെച്ചോളൂ. ഞാൻ നുണ പറയുന്നതാ പോരെ? പിന്നെ എന്തു പറയുന്നു നമ്മുടെ പാര അമ്മാവൻ? നാട്ടിൽ ചെന്നിട്ട് വിളിച്ചോ? ചേട്ടനെ വിളിച്ചിട്ടുണ്ടാവുന്ന തോന്നുന്നേ. പുള്ളി ഇപ്പോ മോളുടെ ഡിവോഴ്സ് കാര്യമായിട്ട് ഓടി നടക്കുക. ഡിവോഴ്സ് ചെയ്തിട്ട് എന്താ അമ്മാവന്റെ മകളുടെ ഉദ്ദേശം? മകളുടെ ഉദ്ദേശം എന്താന്ന് അറിയില്ല. പക്ഷെ അമ്മാവൻ ചിലത് മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയാ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോ നന്ദൻ സാറിന്റെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? അത് പറയാൻ പറ്റില്ല അപ്പു. ചിലപ്പോ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റിയേക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ആ ചേച്ചിക്ക് അയാളുമായി ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റില്ലെന്ന് ബോധ്യമായോ? പിന്നെ എന്തിനാ അവരങ്ങനെ സഫർ ചെയ്യാൻ അനുവദിക്കുന്നത്? എത്രയും പെട്ടെന്ന് ആ ബന്ധം ഒഴിവാക്കി മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുന്നല്ലേ നല്ലത്? എന്റെ അഭിപ്രായം അത് തന്നെ അപ്പു. പക്ഷെ ചേട്ടൻ എന്തോ താല്പര്യമില്ലാത്ത പോലെ. കഴിയുന്നതും അവരെ പിരിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്ന് അമ്മാവനോട് പറയുന്ന കേട്ടു. അതെന്താ വക്കീൽ സാർ അങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? ബന്ധം ഒഴിഞ്ഞ ഒരുപക്ഷെ അമ്മാവൻ വീണ്ടും പഴയൊരു ബന്ധത്തിന് താല്പര്യം എടുക്കുമെന്നും പേടിച്ചിട്ടാണോ? അങ്ങനെ ഒരു പേടിയൊന്നും ചേട്ടനില്ല. തന്നെയല്ല, നിളച്ചേച്ചിയോട് എപ്പോഴും വല്ലാത്തൊരു സ്നേഹമുണ്ട്. പക്ഷേ ആ ബന്ധം തകരുതെന്ന് ഉദ്ദേശിച്ചാവും ചേട്ടൻ അങ്ങനെ പറയുന്നത്. പറഞ്ഞു കേട്ടിടത്തോളം അയാൾ യാതൊരു എത്തിക്സും ഇല്ലാത്തൊരാളാന്ന് തോന്നുന്നു. പിന്നെന്തിനാ അങ്ങനെ ഒരാളുടെ കൂടെ ആ നല്ല സ്ത്രീയെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാൻ വിട്ടുകൊടുക്കുന്നത്? നന്ദൻ സാറൊന്ന് മനസ്സ് വെച്ചാ അവരെ ഈ കുടുക്കിൽ നിന്നൊന്ന് രക്ഷിക്കാവുന്നല്ലേ ഉള്ളൂ. തീരെ നിവർത്തിയില്ലെങ്കില് ബന്ധം ഒഴിയുന്നതന്നെ നല്ലതെന്ന് ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സംഭവിക്കുമെന്ന് തോന്നുന്നു. അല്ല, അനിയത്തി ഇങ്ങനെ നിൽക്കുമ്പോ സാർ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് പറഞ്ഞിട്ട്? അനിയത്തി അങ്ങനെ നിന്നാലല്ലേ ഉള്ളൂ പ്രശ്നം. അതിനു മുമ്പ് തന്നെ അനിയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താല് പിന്നെ വക്കീലിന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാലോ. എനിക്കൊരു ഐഡിയ തോന്നുന്നു ആതിര. വക്കീൽ സാർ പറയുന്ന പോലെ നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ അതിനു മുമ്പ് ആതിര ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങണം. എന്തുറപ്പ്? അതായത് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ചേട്ടനൊരു കുടുംബജീവിതത്തെക്കുറിച്ച് ആലോചിക്കും എന്ന ഉറപ്പ്. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അപ്പു? ചേട്ടനോട് അത് സത്യം ചെയ്യിച്ചിട്ടേ നമ്മുടെ കാര്യം നടക്കുള്ളൂ. അപ്പോ നമ്മുടെ കാര്യം നടക്കുന്ന ഏതാണ്ട് ഉറപ്പായില്ലേ? അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുണ്ട്. എന്താ അപ്പുവിന് അതിൽ വല്ല സംശയമുണ്ടോ? തനിക്ക് അങ്ങനെ ഒരു സംശയം ഇല്ലാത്തിടത്തോളം കാലം എനിക്കത് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പോ മിസ് ചെയ്യുന്നു പറഞ്ഞ് വിളിച്ചത് വെറുതെ അല്ല, ഇതൊക്കെ അറിയാനാണല്ലേ? അല്ലടോ, എനിക്ക് തന്നെ ശരിക്കും മിസ് ചെയ്തിട്ട് തന്നെയാ. വെറുതെങ്കിലും ഞാൻ ആലോചിക്കായിരുന്നു താൻ ഇവിടെയുള്ള ദിവസങ്ങളെക്കുറിച്ച്. ആ അരുൺ പാക്കറിനും കൂട്ടരും അല്പം പ്രശ്നം ഉണ്ടാക്കിയത് ഒഴിച്ചാൽ
ബാക്കിയൊക്കെ എന്ത് രസമുള്ള സമയമായിരുന്നു. ഡെയ്സി ആന്റിയും ഞാനും താനും എല്ലാ പ്രശ്നങ്ങളും തൽക്കാലത്തേക്കെങ്കിലും മറക്കാൻ എന്നെ സഹായിച്ച സമയമായിരുന്നു അതൊക്കെ. ഗീതാന്റി എന്ത് പറയുന്നു? അമ്മ മനസ്സില്ല മനസ്സോടെ അവിടെ നിന്ന് പോകുന്നത്. ഇവിടെ വന്നിട്ടും BP കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ആന്റിയോട് പറ വിഷമിക്കരുതെന്ന്. എല്ലാം ശരിയാവുന്നൊരു സമയം വരും അപ്പു. സമാധാനായിട്ടിരിക്കെ. എന്നാ പിന്നെ കിടക്കുമല്ലേ? അതെ. ഗുഡ് നൈറ്റ് അപ്പു. ഗുഡ് നൈറ്റ്. ഞാൻ പറഞ്ഞ മെഡിസിൻ കൊടുത്തിരുന്നാ മതി. ശരി ഡോക്ടർ. അതുപോലെ തന്നെ മറ്റേ സിസ്റ്റർ അങ്ങോട്ട് ചെല്ലു. ഗുഡ് മോർണിംഗ്. രേണുക എന്താ പ്രേയറിന് കയറിയില്ലേ? ഇല്ല. എന്തു പറ്റി? രാവിലെ മുറി തന്നെ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അതെയോ? ഇന്ന് യോഗയ്ക്ക് പണിക്കർ സാറിനെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? രാവിലെ റോയിൽ കാണാതിരുന്നപ്പോ ഇൻസ്ട്രക്ടർ അറ്റൻഡറെ വിട്ട് അന്വേഷിപ്പിച്ചു. ഇന്നൊന്നിനും വരുന്നില്ലെന്നുള്ള വാശിയിലാണ്. അതെന്തു പറ്റി? ഭാര്യ വീട്ടിൽ പോയതിന്റെ പിണക്കം മാറിയില്ല ഇതുവരെ? കാരണം അത് തന്നെ. ആരോടും മിണ്ടാതിരുന്ന അവര് മടങ്ങി വരുമെന്ന് കരുതിയിട്ട് ഈ പ്രതിഷേധ സമരം. എങ്കിൽ പിന്നെ അവരെ തിരിച്ചു വിളിക്കരുത് ഡോക്ടർ. അതോ അവരിനി വരില്ല എന്നുള്ള വാശിയിലോ മറ്റാണോ? ഏയ് നോനോ, അങ്ങനൊരു വാശിയും ആ പാവത്തിനില്ല. ഒന്ന് ഫോൺ ചെയ്താൽ എത്രയും പെട്ടെന്ന് അവരോട് തിരിച്ചെത്തും. പിന്നെന്താ പ്രശ്നം? എല്ലാവരോടും പിണങ്ങി അദ്ദേഹം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? അത് ശരിയാണ്. പക്ഷേ പണിക്കർ സാറിന്റെ ഈ വാശിയും പിണക്കവും മറ്റൊരു തരത്തിൽ ഉപയോഗപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. തന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പെരുമാറുന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ പണിക്കർ സാർ എപ്പോഴും ഒരു കംഫർട്ട് സോണിലായിരിക്കും. അയാളുടെ മനസ്സിലെ സംഘർഷങ്ങളോ ആഗ്രഹങ്ങളോ വിചാരങ്ങളോ ഒന്നും അയാൾക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യേണ്ടി വരില്ല. ചിലവാക്കാൻ പിശുക്കനായ ഒരാളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം ഇരിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. ചിലവാക്കുകയില്ല, ആവശ്യക്കാർക്ക് നൽകുകയില്ല. തൻ്റെ ബേസിക് നീഡ്സ് മാത്രം അയാൾ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ പണമില്ലാത്തവൻ തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. അതും തനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസവും ഇഷ്ടവുമുള്ളവരോട്. ഇപ്പോൾ രേണുകയ്ക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഏകദേശ രൂപം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി ഡോക്ടർ. പണിക്കർ സാറിനെ ആ കംഫർട്ട് സോണിൽ നിന്നും പുറത്തുകൊണ്ടുവരിക, എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുക. അതല്ലേ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? യെസ്. പക്ഷേ അതത്ര എളുപ്പത്തിൽ റീച്ചാകുന്ന വഴിയില്ല. മാത്രമല്ല, ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ അങ്ങനെ ഒരു കെയറിങ് ആൻഡ് കൺസിഡറിങ് ഫ്രണ്ടിനെ കിട്ടിയില്ലെങ്കിൽ അയാൾ കൂടുതൽ ഡിസ്റ്റർബ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ പണിക്കർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്നുള്ളതാണ് ആശ്വാസം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പണിക്കർ സാറിൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്നെ സഹായിക്കാൻ ഏറ്റവും പറ്റിയാൾ രേണുക ടീച്ചറാ. ആ ഒരു ദൗത്യത്തിൽ രേണുക പൂർണ്ണ മനസ്സോടെ എൻ്റെ ഒപ്പം നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ശരിയല്ലേ? അയ്യോ ഡോക്ടർ, എനിക്കതിൽ വിയോജിപ്പൊന്നുമില്ല. പക്ഷേ വിജയ് പണിക്കരുമായി അങ്ങനൊരു സൗഹൃദം സൂക്ഷിച്ചാൽ അത് സ്വന്തം മനസ്സിനെ കൂടി സമ്മർദ്ദത്തിലാക്കുമെന്ന് പേടിയുണ്ടോ രേണുവയ്ക്ക്? അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനൊരു ഭയവും എന്നെ ഇപ്പൊ ഭരിക്കുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞ മഹി മരിച്ചുപോയെന്നുള്ള സത്യത്തെ ഒരിക്കൽ കൂടി എന്നെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പണിക്കർ സാറുമായുള്ള സൗഹൃദം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോഴുള്ള മാനസികാവസ്ഥയിൽ നിന്നും പൂർണ്ണമായും എനിക്ക് പുറത്തു വരാനായി. വെരി ഗുഡ്. പിന്നെന്താ രേണുകയുടെ പ്രോബ്ലം? തുറന്നു പറയൂ. ഞാനൊരു മടങ്ങിപ്പോക്കിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഡോക്ടർ. റിയലി? ദാറ്റ്സ് റിയലി നൈസ്. അതുമാത്രമല്ല, കഴിയുമെങ്കിൽ ഒരു പേഷ്യൻ്റായി ഇനി ഇവിടേക്ക് തിരിച്ചു വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നോക്കൂ രേണുക, അങ്ങനൊരു മുൻധാരണയോടുകൂടി ഒരു യാത്രയ്ക്കും തയ്യാറാവാതിരിക്കുക. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അങ്ങനെ വേണം മനസ്സിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ. പിന്നെ രേണുക ഇപ്പോഴും ഇവിടുത്തെ പേഷ്യൻ്റ് അല്ല. രേണുക മാത്രമല്ല, ഇവിടെയുള്ള ഒരു ഇൻമേറ്റ്സിനെയും ഞാനൊരു പേഷ്യൻ്റായി കാണാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അതെനിക്കറിയാം ഡോക്ടർ. അതുകൊണ്ടാ ഞാൻ ഇത്രയും ധൈര്യത്തോടെയും പ്രതീക്ഷയോടെയും ഇവിടേക്ക് ഞാൻ വരുന്നത്. ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. എനിക്ക് മനസ്സിലാവും. രേണുകയുടെ ആഗ്രഹം പോലെ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകാതിരിക്കട്ടെ. രേണുവയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. പക്ഷെ പോകുന്നതിന് മുമ്പ് പണിക്കരുടെ കാര്യത്തിൽ ടീച്ചർക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റിയാൽ അതെന്നെ കൂടുതൽ സന്തോഷവാനാക്കും. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ രേണുക പണിക്കർ സാറുമായി കൂടുതൽ ഓപ്പണപ്പ് ആവേണ്ടി വരും. ഞാൻ ശ്രമിക്കാം ഡോക്ടർ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പണിക്കർ സാറുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണണമെന്ന് ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്. എനിക്കും അക്കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് ടീച്ചർ. അതിന് ടീച്ചർ ഒരു കാരണക്കാരിയാവുമെങ്കിൽ അത് ടീച്ചറിന് സന്തോഷം തരുന്ന കാര്യമല്ലേ? തീർച്ചയായും. ഓക്കെ, കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ, ഞാൻ പണിക്കർ സാറിനെ റൂമിൽ പോയി ഒന്ന് കണ്ടോട്ടെ? ഓ ഷുവർ, ധൈര്യമായിട്ട് പൊക്കോളൂ. തീർച്ചയായും അത് വേണം. താങ്ക് യു ഡോക്ടർ. പണിക്കർ സാർ, പണിക്കർ സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇതെന്തോ ഉറക്കാ ഇത്? എഴുന്നേക്കുന്നില്ലേ? നേരെ എത്ര എന്ന വിചാരം? സാറെന്താ ഇന്ന് യോഗ ക്ലാസ്സിൽ വരാതിരുന്നത്? വന്നില്ല, വരാൻ തോന്നിയില്ല. അതെന്തുകൊണ്ടാണെന്നാ ചോദിച്ചത്. സാറ് ഞങ്ങളോടൊക്കെ പിണക്കാണോ? ആയിരിക്കും. അതുകൊണ്ടല്ലേ എല്ലാവരുടെയും കൂടെ കൂടാതെ ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? എനിക്കാരോടും പിണക്കൊന്നുമില്ല. എന്ന് ആര് പറഞ്ഞു? ഈ മുഖം കണ്ടാൽ അറിയാലോ, ഈ ലോകത്തോട് മുഴുവൻ സാറ് പിണങ്ങിയിരിക്കുകയാണെന്ന്. സത്യമല്ലേ? എല്ലാവരോടുള്ള പിണക്കം പോട്ടേന്ന് വെക്കാം. എന്തിനാ സ്വന്തം ശരീരത്തോട് ഇങ്ങനെ പിണങ്ങുന്നത്? വരൂ, ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. എനിക്ക് വേണ്ട. വേണ്ടെന്നോ? അതെ, എന്താ സാറിന്റെ ഉദ്ദേശം? പട്ടിണി എടുക്കാനാണോ? എങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് ഞാൻ ഗീതാ മേഡത്തെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തട്ടെ? വേണ്ട, ആരെയും വിളിക്കണ്ട. എന്താ, മിസ്സസ് വരുന്നത് ഇഷ്ടമല്ലേ സാറിന്? സാറും കൂടി വരട്ടെ എന്ന് കരുതി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വെയിറ്റ് ചെയ്യാ. രേണുക പോയി കഴിച്ചോളൂ. അത് പറ്റില്ല. സാറൂടി വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ഞാനും കഴിക്കുന്നില്ല. വാശി ഒരാൾക്ക് മാത്രമേ പാടുള്ളൂ എന്നില്ലല്ലോ. ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. സാറ് വന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. പറയുന്നത് കേൾക്കൂ രേണുക.
എനിക്കാരോടും വാശിയും പിണക്കൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചാ വന്നാലെന്താ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല, തീരെ വിശപ്പില്ല. രേണു പോയി കഴിച്ചോളൂ, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. സാറിന് പനിയുണ്ടോ? നോക്കട്ടെ. സാരമില്ല, അത് മാറിക്കോളും. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വര, നല്ല പനിയുണ്ടല്ലോ, പൊള്ളുന്ന ടെമ്പറേച്ചർ. എന്നിട്ടെന്താ സാർ ഇതുവരെ പറയാതിരുന്നത്? ഞാനിതാ വരുന്നു. പകലധികം ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചാൽ മതി. ശരി ഡോക്ടർ. അല്ലാതെ മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ലെന്ന് പറയൂ. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അയാളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റോ മറ്റോ കൊടുത്താൽ മതി. ശരി ഡോക്ടർ. ഡോക്ടർ, എന്താ? പണിക്കർ സാറിന് നല്ല പനി, പൊള്ളുന്ന ചൂട്, ആള് നല്ല ടയേർഡാ. അതെയോ? രാവിലെ സിസ്റ്റർ അല്ലേ പണിക്കർ അറ്റൻഡ് ചെയ്തത്? ആ അതെ ഡോക്ടർ. അപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നോ? ഞാൻ യോഗ ക്ലാസ്സിന് വരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. അല്ലാതെ വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല. വരൂ. ടെമ്പറേച്ചർ ഉണ്ടല്ലോ. പണിക്കർ സാർ എന്താ പനിയുണ്ടെന്നുള്ള കാര്യം പറയാത്തത്? വേറെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? പണിക്കർ സാറിന്റെ വൈഫ് കൂടെ അല്ലെങ്കിൽ നല്ല വിഷമമുണ്ടല്ലേ? അതാവും പെട്ടെന്ന് ഇങ്ങനെ പനിയുണ്ടാവാൻ കാരണം. പണിക്കർ സാർ വിഷമിക്കണ്ട, നമുക്ക് ഗീതാ മാഡത്തെ തിരിച്ചു വിളിക്കാം. ഇന്ന് എന്നെ ഇങ്ങോട്ട് പോരാൻ പറയാം. എന്താ? ഭാര്യ അടുത്തില്ലാത്തതിന്റെ വിഷമം കൊണ്ടാവും ഇങ്ങനെയൊക്കെ. വേണ്ട ഡോക്ടർ, എനിക്ക് വേണ്ടി ഗീതയാരും തിരിച്ചു വിളിക്കണ്ട. എന്നോട് പറയാതെ പോയതല്ലേ. ഗീതയ്ക്ക് സ്വയം തോന്നി തിരിച്ചു വരണമെങ്കിൽ വന്നാൽ മതി. എനിക്ക് വേണ്ടി ആരും ഗീതയോട് ശുപാർശ ചെയ്യണ്ട. അങ്ങനെ മറ്റുള്ളവർ നിർബന്ധിച്ചല്ലോ ഗീത എൻ്റെ അടുത്തേക്ക് വരേണ്ടത്. അപ്പോ ഭാര്യയെ കാണാതിരുന്നാൽ പണിക്കർ സാറിന് വിഷമാവില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു വിഷമവുമില്ല. ഈ ഇഞ്ചക്ഷൻ ഇപ്പൊ തന്നെ കൊടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞാൽ ആ ടാബ്ലറ്റ്. ശരി ഡോക്ടർ. ശരി, ഞാനിപ്പോ മരുന്ന് തരാം. പനി കുറഞ്ഞോളൂ കേട്ടോ. ഇനി അഥവാ മിസ്സസിനെ കാണുമെന്ന് തോന്നുകയാണെങ്കിൽ വെറുതെ വാശി പിടിച്ചിരിക്കരുത്, എന്നോട് പറയണം. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ശരി, പണിക്കർ സാർ റെസ്റ്റ് എടുക്കും. മരുന്ന് ചെല്ലുമ്പോൾ എല്ലാം ഓക്കെ ആവും. ഡോണ്ട് വറി. വരും. ഡോക്ടർ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, നത്തിങ് ടു വറി. അത് നമ്മൾ ഊഹിച്ചതുപോലെ ഭാര്യ അടുത്തില്ലാത്തതിന്റെ ടെൻഷൻ കൊണ്ടുണ്ടായ സ്ട്രെയിന്. മെഡിസിൻ ചെല്ലുമ്പോൾ ആൾ റിലാക്സ് ആയിക്കോളും. ഭാര്യ കൂടെയില്ലാത്തത് പണിക്കർ സാറിന് അത്ര വിഷമം ഉണ്ടാക്കുന്നെങ്കിൽ പിന്നെ സാറിന്റെ വാശി കണക്കിലെടുക്കാതെ അവരെ തിരിച്ചു വിളിക്കുന്നതല്ലേ ഡോക്ടർ നല്ലത്? വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് അയാളുടെ സ്ട്രെസ് കുറയുകയും ചെയ്യും. പക്ഷെ ആ എളുപ്പവഴി കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പണിക്കർ സാറിന്റെ മനസ്സിൽ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരത്തെ കൂടിയാണ്. ഗീതാ മാഡം തിരിച്ചെത്തുന്നതോടുകൂടി പണിക്കർ സാർ നമ്മൾ നേരത്തെ പറഞ്ഞ കംഫർട്ട് സോണിലേക്ക് വീണ്ടും എത്തും. അതോടെ അയാളുടെ റിയൽ പ്രോബ്ലം എന്താണെന്ന് അയാൾ ആരോടും ഷെയർ ചെയ്യാതെ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് എത്തും. അതേസമയം ഇപ്പോഴത്തെ ഈ സ്ട്രെസ് ഓവർകം ചെയ്ത് സാറിന് തുടരാനായാൽ രേണുകയോട് കൂടുതൽ ഇൻറ്റിമസി അയാൾ കാണിച്ചെന്നിരിക്കും. മനസ്സിനലട്ടുന്ന യഥാർത്ഥ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയ ഒരാളെ സാറും ആഗ്രഹിക്കുന്നുണ്ടാവും. രേണുകയാണ് ആ വ്യക്തിയെന്ന് പണിക്കർ സാറിന് ഏകദേശം ധാരണയായി കഴിഞ്ഞു. ഇനി അതിനുള്ളൊരു ചാൻസും ആംബിയൻസുമാണ് ഒരുക്കേണ്ടത്. അതൊരിക്കലും നമ്മൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തതാണെന്ന് സാർ അറിയുകയും ചെയ്യരുത്. ഡോക്ടർ, അത് ഒരുപക്ഷെ നമ്മുടെ ഭാഗ്യത്തിനാണ് ഇപ്പൊ ഇങ്ങനൊരു ചാൻസ് ഒത്തുവന്നതെങ്കിലോ? എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാ ഗീതാ മേഡത്തെ തിരിച്ചു വിളിക്കുന്നതിൽ നിന്ന് പണിക്കർ സാർ എന്നെ വിലക്കിയത്. ഡോക്ടർ ഇത്രയ്ക്ക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുമ്പോ പ്രതീക്ഷയ്ക്ക് വകേണ്ടെന്ന് എനിക്കും തോന്നുന്നു. ഡെഫിനറ്റ്ലി ഇതൊരു ചാൻസ് തന്നെയാ. അത് മാക്സിമം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം.
പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.